ഖദറിന്റെ രാത്രിയിലാണ് നാം ഖുർആനിനെ അവതരിപ്പിച്ചത്. പരിശുദ്ധ ഖുർആനിനെ ഖദറിന്റെ രാത്രിയിലാണ് നാം ഇറക്കിയത്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഏഴാനാകാശത്ത് സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ ഇസ്സ എന്ന പ്രത്യേകമായ ഒരു സ്ഥലത്തേക്ക്, പ്രത്യേകമായ ഒരു സംവിധാനത്തിലേക്ക് അല്ലാഹു ഖുർആനിനെ ഒന്നാകെയായിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. അതിനെക്കുറിച്ചാണ് ആ പരാമർശം. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറക്കിയ 4 ഗ്രന്ഥങ്ങളുടെയും 100 ഏടുകളുടെയും ഒക്കെ സമാഹാരമാണ് ലൗഹുൽ മഹ്ഫൂദ്. 4 കിതാബുകൾ: തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ. ഈ 4 കിതാബുകളുടെയും അതുപോലെ മറ്റു പ്രവാചകന്മാർക്ക് ഇറക്കിക്കൊടുത്ത ഏടുകളുടെയും ഒക്കെ സമാഹാരം, മൂലഗ്രന്ഥമാണ് ലൗഹുൽ മഹ്ഫൂദ്. അത് സ്ഥിതി ചെയ്യുന്നിടത്ത് നിന്ന് ഖുർആനിനെ അടർത്തിയെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനുള്ള കാലാകാലം വരെ, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന നിയമസംഹിതകൾ അടങ്ങുന്ന പരിശുദ്ധമായ ഖുർആനാകുന്ന ഗ്രന്ഥത്തെ അല്ലാഹു ഒറ്റയടിക്ക് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഏഴാനാകാശത്ത് സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ ഇസ്സയിലേക്ക് അവതരിപ്പിച്ചു. അതാണ് ഖദറിന്റെ രാത്രിയിലുണ്ടായ അവതരണം. മാത്രമല്ല, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, നബി തങ്ങളോട് അല്ലാഹു ചോദിക്കുന്നു, ഖദറിന്റെ രാത്രിയെ കുറിച്ച് താങ്കൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? ഖദറിന്റെ രാത്രിയുടെ മഹത്വങ്ങളെ കുറിച്ച് താങ്കൾക്ക് എന്ത് അറിയാം നബിയെ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തെക്കാൾ ശ്രേഷ്ഠമുള്ള രാത്രിയാണത്. 1000 മാസത്തേക്കാൾ മഹത്വമുള്ള രാത്രിയാണത്. ഈ ആയത്തിറങ്ങാനുള്ള കാരണം മഹാന്മാർ വിശദീകരിക്കുന്നത്, ഈ ഖുർആന്റെ പരിശുദ്ധമായ ഖുർആന്റെ അവതരണത്തെ കുറിക്കുന്ന സൂറത്തുൽ ഖദർ ഇറങ്ങാനുള്ള പശ്ചാത്തലം മഹാന്മാരായ മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഒരിക്കൽ അവിടുത്തെ സഹാബത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലൊരു സദസ്സിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് സഹാബത്തിനെ ഇബാദത്തിൽ താല്പര്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബത്തെ, നിങ്ങളുടെ മുൻകാലത്ത് ജീവിച്ചുപോയ ആളുകൾ 1000 വർഷം ജീവിച്ചവരുണ്ട്, 900 വർഷം ജീവിച്ചവരുണ്ട്, 600 വർഷം ജീവിച്ചവരുണ്ട്, 400 വർഷം ജീവിച്ചവരുണ്ട്, 100-അധികം വർഷം ജീവിച്ചവരാണ് മുൻകാലത്ത് കഴിഞ്ഞുപോയ സകല മനുഷ്യരും. ഈ സമയത്ത് സ്വഹാബത്ത് സ്വാഭാവികമായി ചിന്തിക്കുന്നു. അള്ളാന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയാൻ, മുൻകാലത്ത് കഴിഞ്ഞു പോയവരൊക്കെ ഒരുപാട് കാലം ജീവിച്ചവരാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നൂഹ് നബി 950 വർഷം അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ചു. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ആ ജനത 950 വർഷം ജീവിച്ചിട്ടുണ്ട് എന്ന സത്യമാണല്ലോ. 950 വർഷം നൂഹ് നബി, നമ്മൾ ഇന്ന് കണക്ക് കൂട്ടുന്ന വർഷത്തിന്റെ കണക്കനുസരിച്ചാണ് ഈ പറയുന്നത്. 950 വർഷം നൂഹ് നബി തന്റെ ജനതയെ ക്ഷണിച്ചു. അവര് ചെവിക്കൊള്ളാത്തപ്പോഴാണ് അള്ളാഹുവോട് നൂഹ് നബി ദുആ ചെയ്തത്, റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, അള്ളാഹുവേ, ഭൂമുഖത്തിന് കാഫിരീങ്ങളായ ധിക്കാരികളെ വെച്ചേക്കരുത് എന്ന് നൂഹ് നബി പ്രാർത്ഥിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് പ്രളയമുണ്ടായതും നൂഹ് നബിയെയും കൂടെ വിശ്വസിച്ച ഏതാനും പേരെയും അള്ളാഹു രക്ഷപ്പെടുത്തിയതുമെല്ലാം. ചരിത്രത്തിലേക്ക് പോവുകയല്ല. അങ്ങനെ അത്രയേറെ വർഷങ്ങൾ ജീവിച്ച ആളുകളുടെ കഥ പറഞ്ഞു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിന് മുമ്പിൽ കഥ പറഞ്ഞപ്പോ മഹാന്മാരായ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവർ ആശങ്കയോടെ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇവരൊക്കെ ദീർഘകാലം ജീവിക്കുകയും അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുകയും ചെയ്തുവല്ലോ, അല്ലാഹുവിന്റെ മുമ്പിൽ അവരുടെ ജീവിതകാലം അത്രയും സമർപ്പിക്കുമ്പോ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന് കണക്കില്ലല്ലോ നബിയേ. 1000 വർഷം ജീവിച്ച ആളുകൾക്ക് കിട്ടുന്ന ഇബാദത്തിനുള്ള പ്രതിഫലത്തിന് കണക്കില്ലല്ലോ. അവിടെയാണ് അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞ ഹദീസ്, 60-ന്റെയും 70-ന്റെയും ഇടയിൽ ആയുസ്സുള്ള ഞങ്ങളെങ്ങനെ അവരെ എത്തിപ്പിടിക്കാൻ കഴിയും നബിയെ? അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം നേടാൻ ഞങ്ങൾക്ക് വല്ല മാർഗവുമുണ്ടോ നബിയെ? സഹാബത്തിനോട് ഉത്തരം പറയാൻ നബി തങ്ങൾ കഴിഞ്ഞു. കഴിഞ്ഞ കാലത്തുള്ളവർക്കൊക്കെ 1000 കൊല്ലം ജീവിച്ച് ഇബാദത്തെടുത്ത പ്രതിഫലം കിട്ടുന്നു.
400 കൊല്ലം ജീവിച്ച ഇബാദത്തെടുത്ത പ്രതിഫലം കിട്ടുന്നു. എന്നാൽ സമുദായത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായവരാരാ? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. പരിശുദ്ധമായ ഖുർആൻ അവതീർണമായ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുണ്ടല്ലോ, അഥവാ നമുക്കാണ് സകല സമുദായങ്ങളെക്കാൾ പവറുള്ളത്, മഹത്വമുള്ളത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഈ ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ മനുഷ്യോൽപ്പത്തി മുതൽ വന്നുപോയ സകല മനുഷ്യരെക്കാൾ കൂടുതൽ കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ഇവിടെ വന്നുപോയ സകല ജനങ്ങളെക്കാളും മഹത്വമുള്ളവർ നബിതങ്ങളുടെ സമുദായമാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ ആ പ്രതിഫലം വാങ്ങാൻ, ആ മഹത്വം നേടിയെടുക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും നബിയെ? അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു, അവരെ പോലെ പ്രതിഫലം വാങ്ങാൻ എങ്ങനെ സാധിക്കാം? അല്ലാഹുവിന്റെ റസൂൽ കുറച്ചു സമയം നിശബ്ദനായി എന്ന മിണ്ടാതെ നിന്നു. ഈ സമയത്താണ് അതാ സഹാബാക്കളോട് പ്രവാചകർ പിന്നെയും പറയുന്നു, ഒരു മഹാനായ മനുഷ്യന്റെ കഥ പറയുകയാണ്. ആ മനുഷ്യന്റെ പ്രത്യേകത, അദ്ദേഹം 1000 വർഷം 1000 മാസക്കാലം ഒരു ഒട്ടകത്തിന്റെ താടിയെല്ലുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനോട് എതിരിടുന്നവരെ എതിരിടുകയും അവരോട് പോരാടുകയും ചെയ്തു. ആ മഹാനായ മനുഷ്യന്റെ ജീവിതത്തിൽ കാണുന്നത് അദ്ദേഹത്തെ തളർത്താനോ തകർക്കാനോ ആർക്കും സാധിച്ചില്ല. ശമ്മൂനുൽ അസി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ കാണാം നിരന്തരമായ ഇബാദത്തും ഒഴിവു സമയങ്ങളിലൊക്കെ അല്ലാഹുവിന്റെ ദീനിന്റെ ശത്രുക്കളോടുള്ള യുദ്ധവുമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. എല്ലാ സമയവും ഇബാദത്ത് കഴിഞ്ഞാൽ പിന്നെ യുദ്ധം. എന്തിനാ യുദ്ധം? അല്ലാഹുവിന്റെ ദീനിനെതിരാകുന്നവരോടൊക്കെ ഏറ്റുമുട്ടുക. അതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി. അങ്ങനെയുള്ള ശമ്മൂനുൽ അസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ 1000 മാസക്കാലം നിരന്തരം ഇത് തുടർന്നിട്ടും ഒരാൾക്കും അദ്ദേഹത്തെ തളർത്താൻ കഴിഞ്ഞില്ല, പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഈ സമയത്ത് ശത്രുക്കളതാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ മനുഷ്യനെ തകർത്താനുള്ള വഴി എന്താണെന്ന് ആലോചിക്കുകയാണ്. ഇയാളെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം എന്ന മാർഗം ആലോചിച്ചു. അങ്ങനെ അവർ ചെയ്തത് എന്താണെന്നറിയോ? കുതന്ത്രം പ്രയോഗിച്ചു. ശമ്മൂനുൽ ഗാസിയുടെ ഭാര്യയെ സമീപിച്ചു. ശമ്മൂനുൽ ഗാസി എന്ന മഹാനായ മനുഷ്യൻ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ട വിവരമറിഞ്ഞിട്ട് അവരതാ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്ത് വരികയാണ്. എന്നിട്ട് പറഞ്ഞു ആ പെണ്ണിനോട്, നീ ഇത്ര സുന്ദരിയായ സ്ത്രീയാണല്ലോ, നിനക്ക് അല്ലാഹു വല്ലാത്ത സൗന്ദര്യം തന്നിട്ടുണ്ടല്ലോ.